എല്ലാവർക്കും നമസ്കാരം. അനിത്യം അസുഖം ലോകം. ഈ ലോകം നിത്യമല്ല, സുഖകരവുമല്ല. എന്നിട്ടും എല്ലാവരും ഇച്ഛിക്കുന്നത് സുഖമാണ്. നിരവധി പ്രയത്നങ്ങളിൽ നാം ഏർപ്പെടുന്നു. എന്നിട്ടും പലപ്പോഴും വേണ്ട വിധത്തിൽ സുഖം ലഭിക്കാതെ വരുന്നു, സംതൃപ്തി ലഭിക്കാതെ വരുന്നു. ഇത് അങ്ങനെ സംഭവിക്കുന്നത് ജന്മജന്മാന്തര സുഹൃതത്തിൻ്റെ ക്ഷയം കൊണ്ടാണ് എന്ന് പറയുന്നു. ഈശ്വരാധീനത്തിൻ്റെ കുറവാണ് മുഖ്യ കാരണം. ഇതിനുള്ള പരിഹാരം എന്ന നിലയ്ക്ക് വൈദിക, താന്ത്രിക, ശ്രൗത വിധിപ്രകാരം നിരവധി കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ടാകുന്നു. പാപം പരിഹരിക്കപ്പെടുമ്പോൾ മനസ്സ് തെളിയുന്നു, ബുദ്ധി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈശ്വരന് പൂർണ്ണമായ ഭക്തിയോടുകൂടി, സമർപ്പണത്തോടുകൂടി, യജ്ഞഭാവത്തിൽ നമ്മൾ കർമ്മമനുഷ്ഠിക്കുന്നു. ഇദം ന മമ, ഒന്നും എൻ്റെയല്ല, ഒന്നും എനിക്കുമല്ല എന്ന ആ സങ്കല്പമാണ് യജ്ഞത്തിൻ്റെ ആ തത്വം എന്ന് പറയുന്നത്. ആ സങ്കല്പത്തോടു കൂടിയിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ, എല്ലാം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെയ്യുന്ന കർമ്മത്തിന് കുറേയെങ്കിലും ഗുണം ലഭിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വൈദിക, താന്ത്രിക, ശ്രൗത വിധിപ്രകാരം നടത്തപ്പെടുന്ന കുറേ കർമ്മങ്ങൾ ഈ 2025 ജനുവരി 10, 11, 12 തീയതികളിൽ തൃശ്ശൂർ തെക്കേ മഠത്തിൽ അവിടെ വെച്ച്, സ്വാമിയാർ മഠത്തിൽ വെച്ച് വൈദിക വിദ്യാപീഠത്തിൻ്റെ നേതൃത്വത്തിൽ സുമംഗലേഷ്ടി എന്ന പേരിൽ ഇവിടെ നടക്കാൻ പോകുകയാണ്. കൂഷ്മാണ്ഡി ഹോമം, പാപപരിഹാരത്തിനും ദുരിതശാന്തിക്കും വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ സത്സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഗണഹോമം, അതുപോലെ സർവൈശ്വര്യ പൂജ, സ്ഥാലീപാകം തുടങ്ങിയിട്ടുള്ള നിരവധി തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട സാങ്കല്പിക പ്രധാനമായിട്ടുള്ള കർമ്മങ്ങളാണ്, സാങ്കേതികത്വം വളരെ കൂടുതലുള്ളതായ കർമ്മങ്ങളാണ് ഇവിടെ അനുഷ്ഠിക്കാൻ പോകുന്നത്. അതിലൊക്കെ തന്നെ പങ്കാളികളാവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ജന്മജന്മാന്തര പുണ്യം കൊണ്ട് ലഭ്യമാകുന്ന ഒരു സവിശേഷതയാണ്. എന്തായാലും അതിലൊക്കെ തന്നെ പങ്കെടുക്കുകയും അത് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും അതെ ഈ യജ്ഞത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക, അതിലത്തെ പങ്കാളികളായിട്ട് മാറുക. അതുവഴിയായി ഓരോരുത്തർക്കും അതെ സുഖവും സംതൃപ്തിയും ദുരിതശാന്തിയും അതോടൊപ്പം തന്നെ ഐശ്വര്യവും സൽസന്താനധിയും എല്ലാം തന്നെ ഉണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യജ്ഞമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.